അയ്യോ, മഴക്കാലമാണ്. നമുക്ക് ചെടി പരിപാലിക്കുന്നതിനെ പറ്റി വളരെ എളുപ്പമുള്ളൊരു സമയമാണ്. കാരണം നമുക്ക് നല്ല ക്ലൈമറ്റാണ്. കൂടുതലും വാട്ടറിംഗ് ഒന്നും ചെയ്യേണ്ടതില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു സമയമാണ്. പക്ഷെ ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റുകളിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെൽക്കം ടു സാനിറ്റാസ് ഗാർഡൻ സെന്റർ. സെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷനെ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ ഈ മഴയാണ്, ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സമയമായതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ ചെടികളിൽ ഫംഗസുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് ഇതിൽ കാണാം, ഈ വെളുത്ത് ഇങ്ങനെ ഫംഗസ് പോലെ. അപ്പൊ ഇതിനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ, ഒന്ന് പ്രിവെന്റ് ചെയ്തില്ലെങ്കിൽ, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ റൂട്ടിൽ ഫംഗസ് വരികയും ചെടി പിന്നെ സാവധാനം നശിച്ചു പോവുകയും ചെയ്യും. ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് മാറ്റി നല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ നല്ലൊരു പോട്ടിംഗ് മിക്സിലേക്ക് മാറ്റാം. അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ ചെയ്യാം. ഇതിലൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ റൂട്ടൊക്കെ ശരിക്കും വാഷ് ചെയ്യാം. ഫംഗിസൈഡ് ഇപ്പോൾ നമുക്ക് സാഫ് എന്നുള്ള ഫംഗിസൈഡ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്നുള്ള ഫംഗിസൈഡാണ്. അപ്പോൾ ഈ ഫംഗിസൈഡ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ റൂട്ടുകളൊക്കെ കറക്റ്റായിട്ട് വാഷ് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നത്, കുറച്ച് ഓർഗാനിക്കായിട്ട് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്യുകയോ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പെറ്റ് സേഫുള്ള നമ്മൾ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പെറ്റ്സ് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫംഗിസൈഡ് എന്തെങ്കിലും അവർ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബയോ നീം പോലത്തെ നീം ഓയിലുകൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ പോട്ടിംഗ് മിക്സിൻ്റെ ഒപ്പം നല്ല നീം കേക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ, കൂടുതൽ നീം ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തതല്ല, ഇതുപോലെ നീം ഓയിലുകളുടെ പ്രസൻസ് ഉള്ള നീം കേക്കുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പോട്ടിംഗ് മിക്സിൻ്റെ കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് പോലെ തന്നെ ആക്ട് ചെയ്യുന്നു. അതുപോലെ ഈ പറഞ്ഞ ഐറ്റംസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മഴക്കാലത്തും ഇൻഡോർ പ്ലാന്റ്സുകളെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.